ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനോടനുബന്ധിച്ചുള്ള നേതാക്കന്മാരുടെ പ്രതികരണങ്ങളും വാർത്താ പ്രാധാന്യം നേടുമ്പോൾ കർണാടകയിൽ BJP കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. കർണാടകയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിനു പിന്നാലെ BJP വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന ഭീഷണിയുമായി നിരവധി നേതാക്കളാണ് രംഗത്തെത്തിയത്. നിലവിൽ 20 സ്ഥാനാർത്ഥികളെയാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പാർട്ടി വിടാൻ നേതാക്കൾ തീരുമാനിച്ചത്. കടുത്ത RSS അനുഭാവിയും മുൻ ഉപമുഖ്യമന്ത്രിയുമായ KS ഈശ്വരപ്പയും നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തി. സ്ഥാനാർത്ഥി പട്ടികയിൽ മകൻ KE കാന്തേഷിന് ഇടം നേടാനാകാത്തതിനെ തുടർന്നാണ് മുൻ മുഖ്യമന്ത്രിയും BJP പാർലമെന്ററി ബോർഡ് അംഗവുമായ BS യെദ്യൂരപ്പയ്ക്കെതിരെ ഈശ്വരപ്പ രംഗത്തെത്തിയത്. മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡയും BJPയിൽ അസ്വസ്ഥനാണ്. കോൺഗ്രസിൽ ചേരുന്നത് പരിഗണിക്കുമെന്ന് പറഞ്ഞ സദാനന്ദ ഗൌഡ ഇന്ന് തന്റെ തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ തുമക്കൂരിൽ V സോമണ്ണയെ BJP മത്സരിപ്പിക്കുന്നതിൽ അതൃപ്തി അറിയിച്ച് മുൻ മന്ത്രി JC മധുസ്വാമിയും പാർട്ടിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. യെദ്യൂരപ്പ തനിക്ക് വേണ്ടി നിലകൊള്ളാത്തതും തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കാത്തതും വേദനാജനകമാണെന്നായിരുന്നു മധുസ്വാമിയുടെ പ്രതികരണം. സംരക്ഷണമില്ലാത്തപ്പോൾ ഈ പാർട്ടിയിൽ തുടരണോ വേണ്ടയോ എന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണെന്ന് മധുസ്വാമി പറഞ്ഞു. നിലവിൽ BJPയുടെ അവസ്ഥ പരിതാപകരമാണ്. കോൺഗ്രസിൽ ചേരാനൊരുങ്ങുന്ന BJP നേതാക്കൾ പാർട്ടിക്ക് ഭീഷണിയായി മാറുകയാണ്. നേതാക്കന്മാരുടെ അതൃപ്തി BJPക്ക് കനത്ത തിരിച്ചടിയാവും നൽകുക. മൂന്നാം വരവിനൊരുങ്ങുന്ന മോഡി സർക്കാരിന് ഇത് കനത്ത പ്രഹരമേൽപ്പിക്കും.